ഇന്ന് പെപ്ലം ടോപ്പ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ഫുള്ളായിട്ട് തയ്ക്കുന്ന വീഡിയോ ഇട്ട് ഒരുപാട് ലെങ്തായി പോകുന്നത് കൊണ്ട് പാർട്ടായിട്ട് ഇടാം. ആദ്യം ലൈനിങ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത് കാണിക്കാം. ഇവിടെ 4ആയി മടക്കിയിട്ട ലൈനിങ് ഷോൾഡർ 7 ഇഞ്ചും ആം ഹോൾ 7.5 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി മാർക്ക് ചെയ്യണം. ഇതിൽ യോക്ക് പോർഷന് മാത്രം ലൈനിങ് മതി, അതുകൊണ്ട് 1/2 മീറ്റർ ലൈനിങ്ങേ എടുത്തിട്ടുള്ളൂ. സോ യോക്ക് ലെങ്ത് ഫുള്ളായി കിട്ടാത്തത് കൊണ്ട് മാർക്കിംഗ് കഴിഞ്ഞ് ബാക്കി വന്ന സൈഡിലെ മെറ്റീരിയൽ കട്ട് ചെയ്ത് താഴേക്ക് ഞാൻ ജോയിൻ ആക്കുന്നുണ്ട്. ഷോൾഡറിൽ എലാസ്റ്റിക് കൊടുക്കുന്നത് കൊണ്ട് കൈക്കുഴിയൊന്നും മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. നെക്ക് വിഡ്ത്ത് ഞാനിവിടെ 3.5 ഇഞ്ചും ലെങ്ത് 6 ഇഞ്ചുമാണ് എടുക്കുന്നത്. ഒരുപാട് കഴുത്ത് അകന്നു പോകേണ്ടാത്തവർക്ക് അതനുസരിച്ച് കുറച്ചെടുക്കാം. ഇതിൽ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഷോൾഡറും ആം ഹോളും ചേർത്ത് കട്ട് ചെയ്യുന്നതാണ്. സ്ക്വയർ നെക്ക് മാർക്ക് ചെയ്ത് കോർണർ പോയിന്റിൽ നിന്നും ചെസ്റ്റ് വണ്ണത്തിൻ്റെ കൂടെ കിട്ടിയ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിൻ്റെ പോയിന്റിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. ഇനി കട്ട് ചെയ്യുന്നത് നോർമലായി നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത ലൈനിലൂടെ വന്നിട്ട് താഴേക്ക് തയ്യൽ തുമ്പിലേക്ക് നീട്ടി വരച്ച ലൈനിലൂടെ വേണം കട്ട് ചെയ്യാൻ. ചിലർക്ക് ഇത് ഇത്തിരി കൺഫ്യൂഷനായിട്ട് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും വീഡിയോയിൽ അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. ഇനി നോർമലായിട്ട് താഴെ വണ്ണം മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് അടുത്ത വീഡിയോയിൽ കാണിക്കാം.